ഇക്കഴിഞ്ഞ നവംബറിൽ കൊല്ലത്ത് നിന്നും 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത കേട്ട് നടുങ്ങിയ കേരളത്തിന് മുന്നിലേക്ക് അതിനേക്കാൾ വലിയ ഞെട്ടലോടെയാണ് സംഭവത്തിനു പിന്നിൽ നഴ്സുമാർക്കുള്ള വിദേശ യോഗ്യതാ പരീക്ഷ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ലോബിയുടെ കരങ്ങളുണ്ടെന്ന ആരോപണമുണ്ടായത്. ആ സംഭവത്തിന് തൊട്ട് മുൻപ് പരീക്ഷാ സെൻറ്റർ നടത്തിപ്പുകാരനായ തൃശ്ശൂർ സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയി 2.5 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടതായിരുന്നു കൊല്ലം സംഭവത്തെ ഇതുമായി കൂട്ടിക്കെട്ടാൻ കാരണമായത്. എന്നാൽ ആരോപണം അന്വേഷിക്കാൻ പോലും തയ്യാറാകാതെ പോലീസും ആരോപണത്തെ പ്രതിരോധിക്കാൻ കുഞ്ഞിൻ്റെ അച്ഛനായ നഴ്സിംഗ് സംഘടനാ ഭാരവാഹികളുമടക്കം രംഗത്തെത്തിയതോടെ ആ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിഞ്ഞു. എന്നാൽ അന്തരീക്ഷത്തിൽ ഏതാനും മാസങ്ങളായി ഉയർന്നു നിൽക്കുന്ന വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള യോഗ്യത പരീക്ഷയായ OET തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണം UK-യിലെത്തിയതോടെ തട്ടിപ്പ് നടത്തിയെന്ന് സംശയിക്കുന്ന നൂറുകണക്കിന് മലയാളി നഴ്സുമാരോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ആരോപണം തെളിഞ്ഞാൽ ഒന്നുകിൽ വളഞ്ഞ വഴിയിൽ എത്തിയ മലയാളി നഴ്സുമാർക്ക് ജോലി നഷ്ടപ്പെടുകയും അതോടെ രാജ്യം വിടുകയും ചെയ്യേണ്ടി വരും. ഇതിനകം UK-യിലെത്തിയ നഴ്സുമാരോട് സഹതാപപൂർണമായ സമീപനമാണ് അവിടുത്തെ സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ഒരിക്കൽ കൂടി OET പരീക്ഷ എഴുതാൻ അനുവാദം നൽകുകയും യോഗ്യത നേടിയെടുത്താൽ UK-യിൽ തുടരാൻ അനുവാദം നൽകുകയും ചെയ്തേക്കാം. വളഞ്ഞ വഴി തേടിയവരേറെയും മലയാളികളാണ്. OET പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോരുന്നു എന്ന ആരോപണം ഉയർന്നതോടെയാണ് നൈജീരിയയിൽ നിന്നും എത്തിയ 500ഓളം നഴ്സുമാർ നിരീക്ഷണത്തിലായത്. തുടർന്ന് മുഴുവൻ ആശുപത്രികൾക്കും ലഭിച്ച നിർദ്ദേശത്തെ തുടർന്ന് ഏതാനും വർഷമായി UK-യിലെത്തിയ നൈജീരിയൻ നഴ്സുമാരുടെ യോഗ്യത പരീക്ഷയിൽ വിപുലമായ അന്വേഷണമാണ് നടത്തിയത്. പിന്നീട് ഏതാനും മാസമായി നൈജീരിയയിൽ നിന്നുള്ള നഴ്സുമാരുടെ UK പ്രവേശനവും അവതാളത്തിലായി. ഇപ്പോൾ അനേകം മലയാളി നഴ്സുമാർ സമാനമായ തരത്തിൽ യോഗ്യതാ പരീക്ഷയിൽ കൃത്രിമം നടത്തിയാണ് UK-യിൽ എത്തിയതെന്ന ആരോപണം ശക്തമാകുമ്പോൾ നൈജീരിയൻ നഴ്സുമാർ നേരിട്ട അതേ നിയമ നടപടികൾ മലയാളി നഴ്സുമാരെ തേടിയെത്തുമെന്നാണ് ലഭിക്കുന്ന സൂചന. കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരുടെ UK റിക്രൂട്ട്മെൻറ്റിനെ പോലും ഗൗരവമായി ബാധിക്കും. കുടുങ്ങിയത് 150 മലയാളി നഴ്സുമാരാണ്. യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതലായിരിക്കും. ഇപ്പോൾ 150 നഴ്സുമാർക്കാണ് നിയമ നടപടി നേരിടുന്നതിൻ്റെ ഭാഗമായി കത്തുകൾ എത്തിയത്. കത്തുകൾ കിട്ടിയതോടെ പരിഭ്രാന്തരായ നഴ്സുമാർ തങ്ങളെ OET പരീക്ഷ എഴുതിച്ച ഏജൻസിയെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. കോടികൾ കൈമറിഞ്ഞ ഏർപ്പാടിൽ കൈകൊള്ളാതിരിക്കാൻ ഏജൻസി തന്നെ ഇപ്പോൾ നിയമസഹായവും ബ്രിട്ടനിൽ ഒരുക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. 150 നഴ്സുമാരല്ല, അതിൻ്റെ ഇരട്ടിയിലധികം മലയാളി നഴ്സുമാർ ചണ്ഡീഗഡിലെ വിവാദ പരീക്ഷാ സെൻറ്റർ വഴി UK-യിൽ എത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ പരീക്ഷാ സെൻറ്റർ ഉള്ളപ്പോൾ 2000 മൈൽ അകലെ പോയി പരീക്ഷ എഴുതിയത് എന്തിനെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. നൈജീരിയയിൽ OET പരീക്ഷ ക്രമക്കേട് നടന്നപ്പോൾ കണ്ടെത്തിയ പ്രധാന ക്രമക്കേട് ഒരു പ്രത്യേക പരീക്ഷാ സെൻറ്റർ തേടി ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എത്തുന്നുവെന്നതായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ OET പരീക്ഷ എഴുതാൻ അനേകം സെൻറ്ററുകളുണ്ടെങ്കിലും 2000 മൈലോളം അകലെയുള്ള ചണ്ഡീഗഡ് വരെ എന്തിനു പോയി എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇപ്പോൾ UK-യിലുള്ള മലയാളി നഴ്സുമാർ വിഷമിക്കും. പരീക്ഷ എഴുതിയ മുഴുവൻ നഴ്സുമാർക്കും വേണ്ടിയും പരീക്ഷാ ഫീസ് ടെസ്റ്റ് സെൻറ്റർ ഉടമയുടെ കൈവശമുള്ള ക്രെഡിറ്റ് കാർഡിൽ നിന്നും പേയ്മെൻറ്റ് നടത്തിയതും കുരുക്കാകും. മറ്റു പരീക്ഷാ സെൻറ്ററുകളിൽ ഇല്ലാത്ത ഈ ഏർപ്പാട് ക്രമക്കേടിന് വേണ്ടി തരപ്പെടുത്തിയ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു. ആലപ്പുഴ കേന്ദ്രീകരിച്ച് OET ട്രെയിനിങ് നടത്തിയ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തവരാണ് കോപ്പിയടി പരീക്ഷ എഴുതാൻ ചണ്ഡീഗഡിലേക്ക് പറന്നതെന്നാണ് പറയപ്പെടുന്നത്. UK വിസ കച്ചവടത്തിന് സമാനമായ ആർത്തി തന്നെയാണ് OET പരീക്ഷാ ക്രമക്കേടിലും സംഭവിച്ചത്. കഴിഞ്ഞ 3-4 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്രമക്കേട് അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയത് 2 വർഷം മുൻപാണ്. ഒരു ഉദ്യോഗാർത്ഥി കേവലം 10,000 രൂപ മാത്രം നൽകുന്ന പരീക്ഷയ്ക്ക് ഒരു ഏജൻസിക്ക് ലഭിക്കുന്ന വരുമാനം ഊഹിക്കാനാകും. എന്നാൽ മാസം 4 ലക്ഷം രൂപ വാടക നൽകി ഒരു OET പരിശീലന സ്ഥാപനത്തിന് പരസ്യഫലകം വയ്ക്കണമെങ്കിൽ അവർക്ക് ലഭിക്കുന്ന മാസ വരുമാനം എത്രയായിരിക്കും? ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ചാനലുകളിൽ പ്രൈം സ്ലോട്ടിൽ പരസ്യം നൽകാനും കോടികൾ വരുമാനമുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇവിടെയാണ് പരീക്ഷാ ചോദ്യചോർച്ചയിൽ ഒരു ഉദ്യോഗാർത്ഥി നൽകുന്നത് 15 ലക്ഷം രൂപയാണെന്ന വിവരം പുറത്തു വരുന്നത്. ഒരു വട്ടം പരീക്ഷ നടക്കുമ്പോൾ കേരളത്തിൽ മാത്രമായി 100 കണക്കിന് കോടി രൂപയാണ് കൈമറിഞ്ഞിരുന്നത്. അടുത്ത കാലത്തായി ഇതിൻ്റെ ഒഴുക്ക് അല്പം മയപ്പെട്ടുവെന്ന് മാത്രം. UK അടക്കമുള്ള നാടുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ വേഗത കുറഞ്ഞതിനാൽ OET പാസ്സായി എന്നതുകൊണ്ട് മാത്രം വേഗത്തിൽ വിദേശത്തേക്ക് എത്താനാകില്ല. അതിനാൽ ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പണം നൽകാൻ കാത്തുനിൽക്കുന്നവരുടെ എണ്ണവും ക്രമാതീതമായി ഇടിഞ്ഞിരിക്കുകയാണ്.